അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കോടതി മുറിയിൽ പെട്ടെന്ന് ഒരു നിശബ്ദത തളം കെട്ടി നിന്നു. സാക്ഷിപ്പൂട്ടിലേക്ക് സാവധാനം നടന്നെത്തുന്ന ആ വൃദ്ധനായ മനുഷ്യനെ കണ്ടപ്പോൾ കുഞ്ഞിക്കതിയുടെ നെഞ്ചിലൊന്ന് കാളി. വർഷങ്ങൾക്ക് മുമ്പ് താൻ ക്രൂരമായി ആട്ടിപ്പായിച്ച, ദ്രോഹിച്ചു വീട് വിട്ടിറങ്ങാൻ നിർബന്ധനാക്കിയ സ്വന്തം ഭർത്താവ് അബൂബക്കർ തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്ന ആ രൂപത്തെ കണ്ടപ്പോൾ കുഞ്ഞിക്കതിയുടെ ഉള്ളിൽ ഭയത്തിന്റെ ഒരു മിന്നൽ പാഞ്ഞുപോയി. എന്നാൽ അബൂബക്കറിന്റെ മനസ്സിൽ ഉയർന്നു വന്നത് അമർഷവും അടങ്ങാനാവാത്ത വെറുപ്പുമായിരുന്നു. എന്റെ ഭാര്യ ഇത്രക്ക് മോശക്കാരിയായിരുന്നു എന്ന് ഞാൻ ആദ്യമൊന്നും അറിഞ്ഞിരുന്നില്ല. എന്നോട് മാത്രമായിരുന്നു അവളുടെ ഈ മോശം സ്വഭാവം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇവൾ നാട്ടുകാരെ മുഴുവൻ വഞ്ചിക്കുകയായിരുന്നോ? സ്വന്തം ചോരയോട് പോലും ഈ ക്രൂരത ചെയ്യാൻ ഇവൾക്ക് എങ്ങനെ കഴിഞ്ഞു? ആ പിതാവിന്റെ കണ്ണുകളിൽ കോപവും അതോടൊപ്പം സ്വന്തം മകളെ ഓർത്തുള്ള അപാരമായ വിഷമവും തിളങ്ങി നിന്നു. ജഡ്ജി അബൂബക്കറിന് നേരെ തിരിഞ്ഞ് ഗൗരവത്തിൽ ചോദിച്ചു, നിങ്ങൾ ശരിക്കും ആരാണ്? ഈ കേസിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ ഭാര്യയും കൂടെയുള്ളവരും ചേർന്ന് സ്വന്തം മക്കൾക്ക് പോലും മയക്കുമരുന്ന് നൽകി ആശുപത്രിയിലാക്കുന്ന അവസ്ഥ വരെ കാര്യങ്ങളിൽ എത്തിച്ചിരിക്കുന്നു. ഒരു കുടുംബനാഥൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്താണ് കോടതിയോട് വ്യക്തമാക്കാനുള്ളത് നിങ്ങളുടെ ഭാര്യയുടെ ഈ ഒരു പ്രവൃത്തിയെക്കുറിച്ച്? പിന്നീടാണ് അറിഞ്ഞത് അത് കുഞ്ഞിക്കതിയ മയക്കുമരുന്ന് ലോബികളിൽപ്പെട്ട വലിയൊരു കണ്ണിയാണെന്നുള്ളത്. കോടതിയിൽ അതിനെക്കുറിച്ചുള്ള ചർച്ചയും തുടങ്ങിക്കഴിഞ്ഞു. അതായത് ആഡംബര ജീവിതം നയിക്കുന്ന സൗദയുടെ ഉമ്മ കോടതിയിൽ കുഞ്ഞിക്കതിയ എത്രമാത്രം സുഖലോഭയായിട്ടാണ് അവിടെ ജീവിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ. എന്നാൽ റിസ്വാന വക്കീലിനെ എല്ലാം അറിയാമായിരുന്നു. അവർ അത് മനഃപൂർവ്വം മറച്ചു വെച്ചതാണ്. അതായത് കുറച്ചു കഴിഞ്ഞിട്ട് ആദ്യം നവാസിന്റെ കേസ് ഒന്ന് ഒത്ത് തീർപ്പായിട്ട് അടുത്തത് എടുക്കാം എന്നായിരുന്നു വിചാരിച്ചത്. എന്നാൽ അതിനിടയിൽ ഈ ഒരു ചർച്ചാ വിഷയവും അവിടെ വന്നു. ജഡ്ജി വീണ്ടും അബൂബക്കർക്കയോട് ചോദിച്ചു, പറയൂ അബൂബക്കർ, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? കോടതിയിൽ എല്ലാവരുടെയും കണ്ണുകൾ അബൂബക്കറിലേക്ക് നീണ്ടു. ആ വൃദ്ധന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ഇടറിയ ശബ്ദത്തിൽ അദ്ദേഹം തന്റെ കണ്ണീരടിഞ്ഞ ഭൂതകാലം കോടതിക്ക് മുമ്പാകെ തുറന്നു പറയുവാൻ ആരംഭിച്ചു. ബഹുമാനപ്പെട്ട ജഡ്ജി തമ്പുരാനെ, എനിക്കൊരു കാര്യം മാത്രമല്ല പറയാനുള്ളത്, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എന്റെ കഴിവതിനും അപ്പുറം ഞാൻ ഈ സ്ത്രീയെയും കുടുംബത്തെയും സംരക്ഷിക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് എന്നെ ഒരിക്കലും ഇഷ്ടമായിരുന്നില്ല. ഒരു മനുഷ്യനായി പോലും ഇവരെന്നെ കണ്ടിട്ടില്ല. എന്റെ സഹായങ്ങളെല്ലാം കൈപ്പറ്റിയിട്ടും ഇവർക്ക് വേണ്ടി ഞാൻ ചോര നീരാക്കി അധ്വാനിച്ചിട്ടും അവർക്ക് വേണ്ടതെല്ലാം നൽകിയിട്ടും ഒടുവിൽ എന്നെ ക്രൂരമായി ഉപദ്രവിച്ച് വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടു. എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ക്യാഷ് മാത്രം മതി ഞങ്ങൾക്ക്, അല്ലാതെ ഒരിക്കൽ പോലും നിങ്ങൾ വരണമെന്നില്ല എന്ന് വരെ പറഞ്ഞു സ്വന്തം ഭാര്യ. കോടതി മുറിയിൽ എല്ലാവരും ശ്വാസമടക്കി പിടിച്ച് ആ വാക്കുകൾ കേട്ടു. എന്നാൽ കുഞ്ഞിക്കതിയ ദേഷ്യത്തോടെ അയാളെ നോക്കുകയാണ്. തന്തയെല്ലാം ഇവിടെ പുലമ്പുമെന്നാ തോന്നുന്നത്. അബൂബക്കർ തന്റെ ഗദ്ഗതം അടക്കിക്കൊണ്ട് തുടർന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്ന അന്ന് എനിക്ക് പോകാൻ ഒരിടവും ഉണ്ടായിരുന്നില്ല. അവൾ വാതിൽ കൊട്ടിയടിച്ചു. പെരും മഴയത്ത് എനിക്ക് ജോലിക്ക് പോകുവാൻ വരെ പറ്റാത്ത സിറ്റുവേഷൻ. എന്റെ കയ്യിൽ 5 പൈസ ഇല്ലാത്ത ആ ഒരു സിറ്റുവേഷനിൽ പനിച്ച് ഒന്ന് വീട്ടിൽ അടങ്ങി ഒതുങ്ങി നിൽക്കണം എന്ന് വിചാരിച്ച സമയത്ത് പോലും ഇല്ല, അവൾ എന്നെ ചീത്ത പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്ന അന്ന് എനിക്ക് പോകാൻ ഒരിടവും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ കോയമ്പത്തൂരിലേക്ക് വണ്ടി കയറിയത്. അവിടെ ചെന്ന് പട്ടിണിയും ദുരിതവുമായി അന്യനാട്ടിൽ പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ ഞാൻ പെടാപ്പാട് പെട്ടു. ഇവർ അത്രക്കും ദുഷ്ടയാണ് പ്രഭു. എന്നെ നിരന്തരം വേട്ടയാടിയ സ്ത്രീ സ്വന്തം മക്കളെ പോലും എനിക്ക് കാണിച്ചു തരുവാൻ കൂട്ടാക്കിയിരുന്നില്ല. അത്രക്കും എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. എന്റെ മക്കളെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ എനിക്ക് അല്പം ആശ്വാസം കിട്ടുമെന്ന് തോന്നി. എന്തിനേറെ ഇവരൊക്കെ ഇപ്പോഴല്ലേ വലുതായത്, ചെറിയ മക്കളായെന്ന് ഒരിക്കലും ഇവൾ എന്നെ വീട്ടിലേക്ക് അടുപ്പിച്ചിരുന്നില്ല. തന്റെ ഭാര്യയുടെ കറുത്ത മനസ്സും താൻ സഹിച്ച നരകയാതനകളും ഓരോന്നായി ആ പിതാവ് ദയനീയമായി തുറന്നടിച്ചപ്പോൾ കുഞ്ഞിക്കതിയ ഭയത്താലും നാണക്കേടാലും തല താഴ്ത്തി നിൽക്കുകയായിരുന്നു നീതിപീഠത്തിന് മുന്നിൽ. സത്യം ഓരോന്നായി വെളിപ്പെട്ട ആ നിമിഷങ്ങളിൽ കോടതി മുറിയാകെ കനത്ത നിശബ്ദത പടർന്നു.
എന്നാൽ കുഞ്ഞിക്കതിയ പെട്ടെന്ന്, അതെ ജഡ്ജിയെ, നിങ്ങൾ ഓലത് മാത്രം കേൾക്കാൻ നിൽക്കണ്ട, എനിക്കും കുറച്ച് പറയാനുണ്ട്. എന്താണ് കുഞ്ഞിക്കതിയൊക്കെ പറയാനുള്ളത്? ജഡ്ജിയുടെ വാക്കുകൾ. അതായത് മോളെ പ്രായമുള്ള ഒരു പെണ്ണിനെയാണ് ഇയാൾ കെട്ടിയിരിക്കണത്. അതിന് ശേഷമാണ് ഞാൻ ഇയാളെ ഒഴിവാക്കിയത്. ശരിക്കും അദ്ദേഹം ഒന്ന് ഞെട്ടി. ഒരിക്കലുമില്ല. അതെ, എന്നെ ഒഴിവാക്കി എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഒരു പിതാവ് എന്നെ ഒരു മകളെ ഏൽപ്പിച്ചത്. ആദ്യം എന്നോടത് പറഞ്ഞിരുന്നുവെങ്കിലും പക്ഷേ ഞാനത് ഉൾക്കൊണ്ടിരുന്നില്ല. പിന്നീട് ആ പിതാവ് മരണപ്പെട്ട പെൺകുട്ടി തെരുവിൽ കഴിയുന്നതും ആളുകൾ ഉപദ്രവിക്കുന്നതും കണ്ടപ്പോൾ ഞാൻ അവളെ ഏറ്റെടുത്തതായിരുന്നു. എന്നാൽ ആ പിതാവ് എന്നോട് പറഞ്ഞിരുന്നു, എൻ്റെ മോളെ നീ നോക്കണമെന്നുള്ളത്. വേറെ ഒരു വഴിയുമില്ലാത്തത് കൊണ്ട് അവളെ ഞാൻ വിവാഹം കഴിച്ചു എന്ന് തന്നെ പറയാം. അല്ലാതെ എന്ത് ചെയ്യും? അവൾക്ക് ഒരു ആശ്രയമായതാണ് ഞാന്. എന്നാൽ വളരെ ദേഷ്യത്തോടു കൂടെ കുഞ്ഞിക്കതിയ വീണ്ടും പറയുന്നു, വെറും പച്ച കള്ളമാണ് ആ കിളവൻ പുലമ്പുന്നത്. കിളവൻ പറയുന്നത് നിങ്ങൾ കേൾക്കുകയേ വേണ്ട. അയാൾക്ക് 2-3 മക്കളും ഉണ്ട്. നാണമില്ലല്ലോ അയാൾക്ക് മോളെ പ്രായമുള്ള പെണ്ണിനെയും കെട്ടി ജീവിക്കാന്. എന്നിട്ടിപ്പോ മോങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നു. സൈലന്റ് കുഞ്ഞിക്കതിയ, ഇതൊരു കോടതി മുറിയാണ്. നിങ്ങൾ വേണ്ട രീതിയിൽ ബഹളം വെക്കുവാനുള്ള സ്ഥലമല്ല ഇത്. നിങ്ങൾക്ക് അല്ലെങ്കിലും കുറച്ച് അഹങ്കാരം കൂടുതലുള്ളതായിട്ട് ഇവിടെ തെളിഞ്ഞിരിക്കുന്നു. ബഹുമാനപ്പെട്ട കോടതിയെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അവളെയും കൂടി വിളിച്ച് ചോദ്യം ചെയ്യിപ്പിക്കാണ് വേണ്ടത്. അവളെ എന്റെ ഭർത്താവിനെ പാട്ടിലാക്കി പോയതാണ്. എന്നിട്ട് ഓല് സുഖമായി ജീവിക്ക, ഞാനിവിടെ ഈ കുട്ടികളെയും കൊണ്ട് ഒറ്റപ്പെട്ട് ജീവിക്ക. ഞങ്ങൾക്ക് ചെലവിനും ഒന്നിനും തന്നിട്ടുണ്ടായിരുന്നില്ല. ജഡ്ജി ചോദിച്ചു, അതല്ല, അപ്പൊ നിങ്ങൾ അകത്ത് കയറ്റാതെ അവരെങ്ങനെ നിങ്ങൾക്ക് സഹായവും ഹെൽപ്പും തരും? അതിനെക്കുറിച്ചുള്ള ആ ചോദ്യത്തിന് കുഞ്ഞിക്കതിയ മൗനം പാലിച്ചു. അതേ, പിന്നീട് പറഞ്ഞു, ഞാൻ പിന്നെന്താ അയാളങ്ങനെ താലോലിച്ച് നടക്കണോ? അവിടെ ഇവിടെ ചെന്ന് നടക്കണോ ഒറ്റങ്ങളെ? പിന്നെ ഞാൻ അകത്ത് കയറ്റില്ല. അയ്യേ, എനിക്ക് അങ്ങനത്തെ മോശം പരിപാടിയൊന്നുമില്ല. എന്താന്നില്ലേ? എന്നാൽ ആ പിതാവ് പറഞ്ഞു, അതെ, ഇവർക്ക് പണം കിട്ടിക്കഴിഞ്ഞപ്പോൾ പലരുടെ പേരിലും കേസായി കൂട്ടമായി. എൻ്റെ ഈ മരുമകൻ നവാസ്, നല്ല രീതിയിലാണ് അവനെ ഞാൻ നിക്കാഹ് കഴിപ്പിച്ച് കൊടുത്തതൊക്കെ അവനക്ക് വേണ്ടിയിട്ട്. നല്ല വീട്ടുകാരുമായിരുന്നു. ഐഷുമ്മ എന്ന സ്ത്രീ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നെ നിങ്ങളുടെ മകളെ അങ്ങോട്ട് കല്യാണം കഴിപ്പിക്കുകയും ചെയ്തു. പക്ഷെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞത്? മകളെ പീഡിപ്പിച്ചു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നല്ലേ? എന്നാൽ സൗദ എല്ലാം തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് തികച്ചും നിങ്ങൾ തന്നെയാണ് കുറ്റക്കാരി. ഇതിൽ നിങ്ങളുടെ ഭാഗത്ത് അനുകൂലമായ ഒരു വിധികളുമില്ല. കാരണം നിങ്ങൾ തീർച്ചയായും എല്ലാവർക്കും വളരെയധികം വിഷമകരമായ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തു കൂട്ടിയത്. മരുമകനെ ആദ്യം ജയിലിലടച്ചു, വെറുതെ ഓരോന്നിന്റെ പേരിൽ. എന്നാൽ രണ്ടാമത് വീണ്ടും കൊണ്ടുപോയി. അതെ, അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? ജാമ്യം അനുവദിച്ച ദിവസം വരെ കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾ സമ്മതിക്കാതെ വീണ്ടും എന്തിന് അവരെ ജയിലിലേക്ക് കൊണ്ടുപോയി? അവരുടെ വിചാരണ ദിവസമായിരുന്നില്ലേ? അവരുടെ കേസുകൾ കോടതിയിൽ ഹാജരാക്കേണ്ട ദിവസമായിരുന്നില്ലേ പിറ്റേ ദിവസം? അതിനു മുമ്പ് നിങ്ങൾ വീണ്ടും ജയിലിലേക്ക് കയറ്റാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അധികാരം കയ്യിലെടുക്കാൻ നിങ്ങൾക്ക് ആരാ അധികാരം തന്നത്? ശരിക്കും ജഡ്ജിയുടെ ആ ചോദ്യത്തിന് മുമ്പിൽ കുഞ്ഞിക്കതിയ പറഞ്ഞു, സാറേ, അതെ, പഠിച്ചോ എൻ്റെ ഭാഗത്താണ്. കുറച്ച് എൻ്റെ ഭാഗങ്ങൾ കേൾക്കണം. എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞ പേരിലുള്ള ആ അബൂബക്കർ ഞങ്ങളെ നോക്കിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. വെറും പട്ടിണിയും ഇടങ്ങാറുകൊണ്ട് എൻ്റെ മോളൊക്കെ അടുത്ത വീട്ടിലേക്ക് ജോലിക്ക് പോവുമായിരുന്നു. ഭക്ഷണം ഉണ്ടാക്കാനും പാചകം ചെയ്യാനും ഒന്നും ഇല്ലായിട്ട്. അന്നൊന്നും ഇയാൾ ഞങ്ങളെ തിരിഞ്ഞു നോക്കിയിരുന്നില്ല. ഇപ്പം എന്നിട്ട് ഇയാൾ വന്ന് ന്യായീകരിക്കുന്നത് ഒട്ടും ശരിയല്ല. കുഞ്ഞിക്കതിയുടെ ആ ഒരു വാദവും അങ്ങനെയാണ്. എന്നാൽ പെട്ടെന്ന് സൗദ പറഞ്ഞു, അത് ഉപ്പ ഞങ്ങൾ ഒരുപാട് ചെറുപ്പത്തിലൊക്കെ നോക്കിയതായിരുന്നു. പക്ഷെ പിന്നെ ഉമ്മയുടെ സ്വഭാവം നിരന്തരമുള്ള ചീത്ത പറച്ചിലും കൊണ്ട് എൻ്റെ ഉപ്പ നാട് വിട്ടതായിരുന്നു. എന്തിനേറെ എൻ്റെ നിക്കാഹ് വരെ നടത്താൻ എൻ്റെ ഉപ്പ കോയമ്പത്തൂരിൽ നിന്ന് വന്നതായിരുന്നു. അല്ലാതെ ഒരിക്കൽ പോലും എൻ്റെ ഉപ്പയെ ഇവിടെ കയറ്റാൻ തന്നെ ഉമ്മ സമ്മതിച്ചിരുന്നില്ല. അത് മാത്രമല്ല, ഒരു കാര്യം കൂടി എനിക്ക് ബഹുമാനപ്പെട്ട കോടതിയോട് പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ശരിയാണ്, എൻ്റെ ഉപ്പ ഗത്യന്തരമില്ലാതെ പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. അദ്ദേഹത്തിന് മക്കളും ഉണ്ടായി. അത് നല്ലൊരു സ്ത്രീയാണ് എൻ്റെ ഉപ്പയുടെ 2ാം ഭാര്യ ഹഫ്സ എന്ന് പറഞ്ഞ ആ സ്ത്രീ. എൻ്റെ പിതാവ് ആ മക്കളെയും കൂട്ടിയിട്ട് പുതിയ വീട്ടിലേക്ക് ഒരിക്കലും ഞങ്ങൾക്ക് കയറാൻ അനുവാദമില്ല. കാരണം എൻ്റെ ഭർത്താവ് ഉണ്ടാക്കിയ വീടായിട്ട് പോലും അങ്ങോട്ട് കയറില്ല. എന്നാലും എൻ്റെ ഉപ്പ അധ്വാനിച്ചുണ്ടാക്കിയ വീടുണ്ടല്ലോ, അതെ, ആ വീട്ടിലേക്ക് എൻ്റെ ഇളാമയും മക്കളും കൂടെ അങ്ങോട്ട് കയറി വന്നപ്പോൾ, അവരവിടെ താമസിച്ച് തുടങ്ങിയപ്പോൾ
എൻ്റെ ഉമ്മ അവരെ പിടിച്ച് വലിച്ച് പുറത്തേക്കിട്ട് എല്ലാവരെയും. കാരണം ഉപയോഗശൂന്യമായി കിടക്കുന്നൊരു വീടായിരുന്നു. അടിച്ചു തെളിച്ച് വൃത്തിയാക്കി നല്ല രീതിയിൽ അത് ശരിയാക്കിയപ്പോൾ അവർക്ക് അസൂയ. ഉപ്പയുടെ കൂടെ ഉപ്പയുടെ രണ്ടാം ഭാര്യയും മക്കളും ജീവിക്കുന്നത് ഉമ്മാക്ക് തീരെ പറ്റിയില്ല. ആ മക്കളെ അടക്കം വലിച്ച് പുറത്തിടുകയായിരുന്നു. ശരിക്കും അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? എൻ്റെ ഉപ്പയുടെ പേരിലുള്ള വീടാണല്ലോ, എൻ്റെ ഉപ്പ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ്. അതിൽ നിന്നും അങ്ങനെ ചെയ്തു. പിന്നെ എങ്ങനെ ഞങ്ങൾ ഈ ഉമ്മയെ ഉൾക്കൊള്ളും? ഉമ്മ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, അതെ, എന്നെയൊക്കെ വളരെയധികം ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ ക്യാഷെല്ലാം, എൻ്റെ ഭർത്താവിൻ്റെ ക്യാഷെല്ലാം തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഞാൻ ചെയ്തത് പറഞ്ഞതല്ലേ. അതാണ്. എനിക്കൊരിക്കലും ഉമ്മയുടെ ഭാഗത്ത് ഒരു നന്മയും കാണാൻ കഴിഞ്ഞിട്ടില്ല. എപ്പോഴും പണം പണം പണം, അത് മാത്രമായിരുന്നു ലക്ഷ്യം. അതിലുപരിയായിട്ട് വേറൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങളെ ഒന്ന് നല്ല രീതിയിലൊന്ന് നോക്കുക പോലും ഉമ്മ ചെയ്തിട്ടില്ല. ഉമ്മാക്ക് പണം മാത്രമായിരുന്നു ലക്ഷ്യം. സൗദ എല്ലാം വെട്ടിത്തുറന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു. റിസ്വാന വക്കീൽ എല്ലാം കേട്ടു നിന്നു. എന്നാൽ പെട്ടെന്ന് ജഡ്ജിയുടെ ചോദ്യം, അതല്ല, അപ്പോ ജയിലിലേക്ക് മയക്കുമരുന്ന് കടത്തിവിടുന്ന ഒരു വലിയൊരു കേസ് ഇവിടെ കിടപ്പുണ്ട്, അതിലും നിങ്ങളുടെ പേരാണ് ഹസീന പറയൂ, എന്തിനാ വേണ്ടിയിട്ടാണ് ജയിലിലേക്ക്? ഈ ഒരു പ്ലാനിങ് ആരുടെ പേരിലാണ് തോന്നിയത്? ആർക്കാണ് തോന്നിയത്? എന്നാൽ കുഞ്ഞിക്കതിയെ പെട്ടെന്ന് പറഞ്ഞു, അത് സാറേ എനിക്കല്ല, അത് ഓളാണ്. ഓളിന്നെ എങ്ങനെയൊക്കെ തപ്പിപ്പിടിച്ച് വിളിച്ചുണ്ടാക്കി പറഞ്ഞു, ഉമ്മ നല്ല ബിസിനസ് ഉണ്ട്, നിങ്ങൾക്ക് നല്ല സുഖസുന്ദരമായി ജീവിക്കാം. ഞാൻ ആ ഫോണുമായിട്ട് മുങ്ങീനു, പക്ഷെ ഇങ്ങനെ നല്ല സുഖസുന്ദരമായി ജീവിക്കാം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓളിന്നെ പറഞ്ഞങ്ങോട്ട് റെഡിയാക്കി. അങ്ങനെ ജയിലിലേക്ക് പച്ചക്കറിയും മറ്റും ഫ്രൂട്ട്സും ഇതൊക്കെ കൊണ്ടുവരുന്ന ആ ഒരു വാഹനത്തിലാണ് ഇവര് മയക്കുമരുന്നൊക്കെ കടത്തി കൊണ്ടുവന്നിരുന്നത്. എന്നിട്ട് ഉമ്മയായിരുന്നു അതിന്റെ ഏജന്റ്. അവിടെ ഉമ്മയുടെ അടുത്തേക്കാണ് എല്ലാവരും ചെല്ലുക. അതുകൊണ്ട് തന്നെ ഉമ്മ പണക്കാരിയാവുകയും ചെയ്തു. ശരിക്കും ഹസീനയുടെ വാക്ക് കേട്ട് കുഞ്ഞിക്കതി ഞെട്ടി. സ്വന്തം മകള് എന്നെ ചതിക്കുക അല്ലേ? സ്വന്തം മകളാണല്ലോ ഇങ്ങനെയൊക്കെ ഉമ്മാനെ കുറിച്ച് പറയുന്നത്. കുഞ്ഞിക്കതിയെ പൊട്ടിത്തെറിച്ചു പോയി. അതെ ഹസീന, എടി അനക്ക് വേണ്ടി ഇജ്ജ് പറഞ്ഞ അനുസരിച്ച് ഞാന് കൂട്ട് നിന്നിട്ടിപ്പോ ഇന്റെ തലയിലായില്ലടി ഇത്. ശരിക്കും ഹസീനയും കുഞ്ഞിക്കതിയും അവിടെ ഒരു അടി നടക്കുകയാണ്. എന്നാൽ അതാ ജഡ്ജി വീണ്ടും ചുറ്റിക കൊണ്ട് മേശയിൽ അടിച്ചു പറഞ്ഞു, ഇത് നിങ്ങളുടെ വീടല്ല, ഇത് കോടതിയാണ് എന്നുള്ള ഓർമ്മ വേണം. പറയൂ, എന്നിട്ട് എവിടെ നിന്നാണ് ഇതിന്റെ ഉത്ഭവം? ജഡ്ജിയുടെ ചോദ്യത്തിന് മുമ്പിൽ ഒരു നിമിഷം അതാ ഹസീന ഉമ്മയെ നോക്കി. പൊന്നാര ജഡ്ജിയെ, എനിക്ക് നിങ്ങളോട് പറയാൻ, ഇതാ ഹസീനയാണ് എല്ലാത്തിനും എന്നെ പ്രലോഭിപ്പിച്ചത്. ഉമ്മാക്ക് പൈസ തരാ, അത് തരാ, ഇത് തരാന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ എത്തിച്ചു കൊടുത്താൽ മതി, നല്ല ബിസിനസ്സാണ് എന്ന് പറഞ്ഞിട്ട് ഓളാണ് എന്നെ ഇതിനു വേണ്ടിയിട്ട് പറഞ്ഞത്. ജഡ്ജി എല്ലാം മനസ്സിലാക്കുന്നു. കേസിന്റെ ഭീകരമായ മറുപുറം. കോടതി മുറിയിലെ വിചാരണ ചെയ്യപ്പെടുകയാണ്. ഒരു ബാറിലെ ഇരുളടഞ്ഞ കോണുകളിൽ നിന്നാണ് ഈ ലഹരി ശൃംഖലയുടെ തുടക്കം. ഹസീന എന്ന ഏജന്റായിരുന്നു ഇതിന്റെ പ്രധാന സൂത്രധാര. ബാറിൽ നിന്ന് ലഹരി മരുന്നുകൾ ശേഖരിച്ച് കുഞ്ഞിക്കതിയുടെ കൈകളിൽ എത്തിക്കുന്നത് ഹസീനയായിരുന്നു. കുഞ്ഞിക്കതിയെ ബിസിനസ് നടത്തിയത് ആരും സംശയിക്കാത്ത വൻ വഴികളിലൂടെയായിരുന്നു. പച്ചക്കറി വണ്ടികളിലെ, ജയിലിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്ന വണ്ടികളിലെ ഒളിച്ചുകടത്ത്, നാട്ടിൻപുറങ്ങളിലേക്ക് പച്ചക്കറികളും മറ്റത്യാവശ്യ സാധനങ്ങളും കൊണ്ടുവരുന്ന ലോറികളാണ് മയക്കുമരുന്ന് പാക്കറ്റുകൾ ഒളിപ്പിച്ച് കടത്തിയത്. നാട്ടിലെ ഏജന്റുമാർക്ക് മാത്രമല്ല, അതിർത്തി കടത്തി പുറത്തേക്കും ഈ ലഹരി വൻതോതിൽ വിറ്റഴിക്കുന്നു. ശരിക്കും അതാ റിസ്വാന വക്കീൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് കോടികളുടെ അനധികൃത സ്വത്താണ് കുഞ്ഞിക്കതിയ ഈ ലഹരി വ്യാപാരത്തിലൂടെ ഉണ്ടാക്കിയെടുത്തത്. കണ്ണിൽ ചോരയില്ലാത്ത ലഹരി വ്യാപാരവും സ്വന്തം കുടുംബത്തോടും മകളോടും കാണിച്ച ക്രൂരതയും അബൂബക്കർക്ക എന്ന വൃദ്ധപിതാവിന്റെ കണ്ണീരിൽ കുതിർന്ന സാക്ഷി പറച്ചിലും ചേർന്നപ്പോൾ കുഞ്ഞിക്കതിയക്ക് കോടതിയിൽ തല ഉയർത്തി നിൽക്കാൻ കഴിയാതെയായി. ഒടുവിൽ ബാറിലെ ഇടപാടുകൾ തുടങ്ങി ഹസീനയുടെ ശൃംഖല വരെ വികസിച്ച ആ വൻ ലഹരി സാമ്രാജ്യം ഒന്നാകെ തകർന്ന് കുഞ്ഞിക്കതിയയും കൂട്ടാളികളും ഇനി അതാ തടവറയുടെ ഇരുട്ടിലേക്ക് നീങ്ങുവാൻ നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി. എന്നാൽ പെട്ടെന്ന് കോടതിയിലേക്ക് അതാ ഒരു വൃദ്ധ ദമ്പതികൾ കടന്നു വരുന്നു. അതെ, അത് മറ്റാരുമായിരുന്നല്ല, അനീഷിന്റെ മാതാപിതാക്കൾ. അവരെയും റിസ്വാന വിളിപ്പിച്ചിരുന്നു കോടതിയിലേക്ക്. ബഹുമാനപ്പെട്ട കോടതി, ഈ അനീഷ് എന്ന 22 വയസ്സുള്ള ഈ കുട്ടിക്കും ചിലത് പറയുവാനുണ്ട്. അതായത് ഇവനെ മാസങ്ങളായിട്ട് കാണുവാനില്ലായിരുന്നു. ഹസീനയുടെ കസ്റ്റഡിയിലായിരുന്നു ഇവൻ.
എന്നാൽ ആ വൃദ്ധരായ മാതാപിതാക്കൾ അതാ കോടതിക്ക് മുമ്പാകെ പറയുന്നു, ബഹുമാനപ്പെട്ട കോടതി, എനിക്കും ചിലത് ബോധിപ്പിക്കുവാനുണ്ട്. അതെ, ഞങ്ങളുടെ പൊന്നുമോനെ അവൾ കൊണ്ടുപോയതാണ്. എന്നിട്ട് അവനെ അവിടെ വളരെയധികം മോശമായ രീതിയിൽ അവനെ ഉപദ്രവിക്കുകയായിരുന്നു, അവിടെ പീഡിപ്പിക്കുകയായിരുന്നു, അവിടെയുള്ള ജോലികളെല്ലാം ചെയ്യിപ്പിക്കുകയായിരുന്നു. എൻ്റെ മകൻ ആപ്പിള് പോലെയുള്ള മോനായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ, എൻ്റെ പൊന്നുമോനാകെ എല്ലും തോലുമായി ഇവളുടെ അടിമയായി അവിടെ കഴിയുകയായിരുന്നു. അതെ, അവൾ ബാറിന് ഡാൻസിനും പാട്ടിനും ഒക്കെ പോകും, എന്നിട്ട് ഇവനെ കൊണ്ട് എല്ലാ ജോലിയും ചെയ്യിപ്പിക്കും, ഉപദ്രവിക്കും. അങ്ങനെയൊക്കെയായിരുന്നു. എൻ്റെ മോൻക്കും നീതി കിട്ടണം. പെട്ടെന്ന് അനീഷിനെ കോടതി വിളിപ്പിച്ചു. എന്തു പറ്റി അനീഷ്? എങ്ങോട്ടാ പോയത്? ആരെങ്കിലും എന്തെങ്കിലും കാണിച്ച് പ്രലോഭിപ്പിച്ചു എന്ന് കരുതിയിട്ട് എന്തിനു വേണ്ടിയിട്ട് നീ പോയത്? പണത്തിന് വേണ്ടിയിട്ടോ? അത് എനിക്ക് പണത്തിന് കുറച്ച് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവർ പറഞ്ഞു, പണക്ക് നിനക്ക് ഇഷ്ടം പോലെ തരാം, എൻ്റെ കൂടെ പോരണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ ഒരിക്കലും ഇങ്ങനെ ചതിക്കുമെന്ന് വിചാരിച്ചിട്ടില്ല. പിന്നെ ഒരുമിച്ച് ജീവിക്കാനാണോ എന്നും വിചാരിച്ച് ഞാൻ പോയി. പക്ഷേ പോയി ഒരു 2 ആഴ്ചക്കകം തന്നെ സ്വഭാവമെല്ലാം മാറി തികച്ചും. എന്നാൽ അത് ഹസീന അവനെ ദേഷ്യത്തോടെ നോക്കി. അതെ, അവൻ എന്തൊക്കെയാണ് ഈ പുലമ്പുന്നത് എന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഹസീന പെട്ടെന്ന് പറഞ്ഞു, അതെ, ഞാൻ അവനെ കൊണ്ടുപോയതല്ല. അവൻ എൻ്റെ പിന്നാലെ എൻ്റെ സ്വർണവും പണവും ഒക്കെ കണ്ടിട്ട് എൻ്റെ കൂടെ പോന്നതാണ്. അതെ, അവന് കിട്ടാനുള്ളതെല്ലാം കിട്ടിയപ്പോൾ അവൻ അങ്ങനെ പറയാണ്. ശരിക്കും ഹസീനയെ ജഡ്ജി ഒന്ന് നോക്കി. ആദ്യം അനീഷ് പറയട്ടെ, നിനക്ക് എന്നിട്ട് ചാൻസ് തരാം. അനീഷ് പറഞ്ഞു, ഒരിക്കലുമല്ല, ഞാൻ അവിടെ എത്തി, എനിക്ക് ഒരുപാട് കഷ്ടപ്പാടായിരുന്നു. പക്ഷേ എനിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ടു പോരാൻ ഞാൻ പലതവണ ശ്രമിച്ചതാണ്, ട്രെയിൻ കയറിയാലോ നാട്ടിലേക്കെന്ന്. എന്നാൽ അവർ എന്നെ സമ്മതിച്ചില്ല. എന്നോട് പറഞ്ഞു, നീ എങ്ങാനും ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ പേരിൽ മയക്കുമരുന്ന് അല്ലെങ്കിൽ നിന്റെ ഡ്രസ്സിലും നിന്റെ ബാഗിലും ഞാൻ അറിയാത്ത രീതിയിൽ ഒളിപ്പിച്ചു വെക്കും. എന്നിട്ട് പോലീസിനെ വിളിച്ച് കാര്യം പറയും, ആ ട്രെയിനിൽ പോകുന്ന ഇന്ന ആളുടെ ബാഗിൽ മയക്കുമരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറയും. അങ്ങനെ നീ കാലാകാലം ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വരും. അത് വേണോ നിനക്ക്? ഇവിടെ നിൽക്കണോ എന്നാണ് അവർ ചോദിച്ചത്. ശരിക്കും അവന്റെ വാക്ക് കേട്ട് അത് ജഡ്ജി തന്നെ ഞെട്ടി. കാരണം അത് വെറും 22 വയസ്സ് പ്രായമുള്ള ഒരു പയ്യനോട് അവർ ചെയ്യുന്ന ആ ഒരു ക്രൂരത, ആ ഒരു പീഡനം, ശരിക്കും അവൻ അനുഭവിച്ച ആ ഒരു മാനസിക വേദന, അതെല്ലാം ജഡ്ജി വിലയിരുത്തുകയാണ്. ആ മാതാപിതാക്കൾ വളരെയധികം സങ്കടത്തോടെ വിഷമത്തോടെ അതാ കോടതിയിൽ കരയുകയായിരുന്നു. എല്ലാം മനസ്സിലായി. കാരണം 1ഉം 2ഉം ആളുകൾക്കല്ല, നിങ്ങൾ പല ആളുകൾക്കും ബുദ്ധിമുട്ടാണ്. അത് കുഞ്ഞിക്കതിയെയും മക്കളുമൊക്കെ അല്ലേ എന്ന് ജഡ്ജി വിലയിരുത്തുകയാണ്. കോടതി മുറിയിൽ വല്ലാത്തൊരു നിശബ്ദത തളം കെട്ടിനിന്നു. ജഡ്ജിയുടെ മുൻപിലെ മേശമേൽ ഫയലുകൾ മറിയുന്ന ശബ്ദം മാത്രം. സാക്ഷിക്കൂട്ടിൽ വിറച്ചു നിൽക്കുന്ന കുഞ്ഞിക്കതിയുടെയും ഹസീനയുടെയും മുഖത്ത് ഭയത്തിന്റെ നിഴലുകൾ പടർന്നിരുന്നു. അത്രയും നാൾ മറ്റുള്ളവരെ കണ്ണീര് കുടിപ്പിച്ചവർക്ക് മുൻപിൽ കാലം തിരിച്ചടിയുടെ കണക്ക് പുസ്തകം തുറക്കുകയായിരുന്നു. പ്രതിക്കൂട്ടിൽ നിന്ന് അല്പം മാറി നിസ്സഹായനായി നിൽക്കുന്ന നവാസിനെ നോക്കി ജഡ്ജി വിധി പ്രസ്താവിക്കുവാൻ തുടങ്ങി. ഹാജരാക്കപ്പെട്ട തെളിവുകളും വാദമുഖങ്ങളും പരിശോധിച്ചതിൽ നിന്ന് നവാസ് എന്ന ചെറുപ്പക്കാരൻ തികച്ചും നിരപരാധിയാണെന്ന് ഈ കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ കെട്ടിച്ചമച്ച കഥകളായിരുന്നു ഇവയെല്ലാം. അതിനാൽ നവാസിനെ എല്ലാ കുറ്റങ്ങളിൽ നിന്നും വെറുതെ വിട്ടുകൊണ്ട് ഈ കോടതിയിൽ ഉത്തരവാകുന്നു. അതുവരെ നെഞ്ചു പിടഞ്ഞു നിന്ന നവാസിന്റെ കണ്ണുകളിൽ നിന്ന് ആശ്വാസത്തിന്റെ കണ്ണീർത്തുള്ളികൾ പൊഴിഞ്ഞു. എന്നാൽ കഥ അവിടെ തീർന്നില്ല. ജഡ്ജിയുടെ ശബ്ദത്തിൽ കടുപ്പം കൂടി. എന്നാൽ അസത്യങ്ങൾ പ്രചരിപ്പിച്ച് നിരപരാധികളെ ജയിലിലടച്ച കുഞ്ഞിക്കതിയെയും അവർക്ക് കൂട്ടുനിന്ന ഹസീനയും ചെയ്തത് പൊറുക്കാനാവാത്ത കുറ്റമാണ്. മുൻപ് സത്താർ എന്ന സ്വന്തം മരുമകനെയും 2 ചെറുപ്പക്കാരെയും കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച ചരിത്രം നിങ്ങൾക്കുണ്ട്. ഒരു തെറ്റും ചെയ്യാത്ത 22 വയസ്സുള്ള പയ്യനെ പോലും സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിങ്ങൾ കരുവാക്കി. ഹസീനയുടെ ഫോൺ പോലും സത്താറാണ് വാങ്ങി നൽകിയതെന്ന പച്ചക്കള്ളം ചോദ്യം ചെയ്യലിൽ തെളിഞ്ഞതാണ്. ജഡ്ജിയുടെ വാക്കുകൾ കോടതിയിൽ അലയടിച്ചു. സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകിയ ഈ കുഞ്ഞിക്കതിയക്കും ഹസീനക്കും കോടതി 5 വർഷത്തെ കഠിന തടവും പിഴവും ശിക്ഷയായി വിധിക്കുന്നു. വിധി കേട്ടതും കുഞ്ഞിക്കതിയ നിലവിളിച്ച് കൊണ്ട് നിലത്തിരുന്നു പോയി. എന്നാൽ ഹസീന തങ്ങൾ കെട്ടി ഉയർത്തിയ കള്ളങ്ങളുടെ കോട്ട തകർന്നടിഞ്ഞത് അവർക്ക് വിശ്വസിക്കാനായില്ല. കുഞ്ഞിക്കതിയ ഓടി അതാ അവിടെ നിന്ന് ആ ബോക്സിൽ നിന്ന് പുറത്തേക്ക് ഓടി. നേരെ ചെന്നത് നവാസിന്റെ അരികിലേക്കായിരുന്നു. അവർ നേരെ ചെന്ന് നവാസിന്റെ കാൽക്കൽ വീണു.
പൊന്നു മോനെ നവാസെ, ഉമ്മാനെ രക്ഷിക്കടാ. ഇനി മേലാൽ ഞാൻ ഒരു തെറ്റും ചെയ്യില്ല മോനെ. പണത്തിനോടുള്ള എൻ്റെ ആർത്തി കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു പോയത് മോനെ. എന്നോട് പൊറുക്കടാ മോനെ. എന്നാൽ അത്രയും കാലം താൻ അനുഭവിച്ച വേദന ഓർത്ത് നവാസ് കണ്ണുകളടച്ച് മുഖം തിരിക്കുകയായിരുന്നു. കുറ്റവാളികൾക്ക് അർഹിച്ച ശിക്ഷ ലഭിച്ച സംതൃപ്തിയോടെ കേസിലെ സത്യം പുറത്തു കൊണ്ടുവന്ന റിസ്വാൻ വക്കീൽ തന്റെ ഫയലുകൾ അടുക്കി പിടിച്ച് അഭിമാനത്തോടെ പുഞ്ചിരിച്ചു. നീതി നടപ്പായതിലിന്റെ ആശ്വാസത്തിൽ എല്ലാവരും മുഖത്തോട് മുഖം നോക്കുകയാണ്. ആയിഷുമ്മക്ക് വീട്ടിൽ ഒരു നിമിഷം പോലും സമാധാനത്തോടെ ഇരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. നെഞ്ചിൽ തീ കോരിയിട്ടതുപോലെ ഒരു പുകച്ചിൽ. റബ്ബേ, എന്റെ കുട്ടിക്ക് ഇനിയും ജയിലാണോ വിധി എന്ന് വിങ്ങിപ്പറഞ്ഞ് അതെ ആയിഷുമ്മ ഉമ്മറത്തും മുറ്റത്തും ശരിക്കും അതെ ഒരു സുഖമില്ലാത്ത ആളെ പോലെ നടക്കുകയാണ്. ശരിക്കും ആ ഉമ്മ പ്രാർത്ഥിക്കുകയായിരുന്നു, റബ്ബേ എൻ്റെ കുട്ടിയുടെ സ്ഥിതി. എന്നാൽ ഇതൊന്നും ആയിഷുമ്മ അറിയുന്നില്ല. മകന്റെ കാര്യത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന ഭയം കാരണം ആരും ആയിഷുമ്മയെ കോടതിയിലേക്ക് കൊണ്ടുപോയിരുന്നില്ല. നെഞ്ചു പൊട്ടുന്ന വിഷമം താങ്ങാൻ കഴിയാതെ ഉമ്മാക്ക് എന്തെങ്കിലും അപായം സംഭവിക്കുമോ എന്ന് പേടിയായിരുന്നു എല്ലാവർക്കും. ഒടുവിൽ സഹികെട്ട് ആയിഷുമ്മ വിറക്കുന്ന കൈകളോടെ റഷീദിനെ വിളിക്കുന്നു. അത് ജമീല താത്തയുടെ മകൻ റഷീദ്, ഷെറീനയുടെ ഭർത്താവിനെ. നുസൈബയോടും ആരോടും ഒന്നും പറയാതെ അതാ ഉമ്മ ഫോൺ എടുത്ത് അവന്റെ നമ്പറിലേക്ക് വിളിക്കുന്നു. അതെ, ഷമ്മാസ് ഇല്ലാത്ത സമയത്തൊക്കെ പലപ്പോഴും റഷീദിനെ ഉമ്മ വിളിക്കാറുണ്ടായിരുന്നു. അതെ, അന്നത്തെ കാലത്തൊക്കെ നുസൈബയുടെ അടുത്തേക്ക് പോകാനൊക്കെ ഉമ്മ അവനെ തന്നെയായിരുന്നു വിളിച്ചിരുന്നത്. അങ്ങനെ അതാ റഷീദിന്റെ ഫോൺ ബെല്ലടിക്കുന്നു. പെട്ടെന്ന് അവൻ ഐഷുമ്മയോ? ഇപ്പൊ എന്താ ഐഷുമ്മ എന്നെ വിളിക്കേണ്ട ആവശ്യം? കാരണം അവിടെ എല്ലാവരും ഷമ്മാസൊക്കെ ഉള്ള സ്ഥിതിക്ക് ഇപ്പൊ എന്നെ വിളിക്കാറില്ലല്ലോ. എന്തുകൊണ്ടാണ് എന്നെ വിളിക്കുന്നത് എന്ന് കരുതി അവൻ പെട്ടെന്ന് ഫോൺ എടുത്തു. ഹലോ, ആ ഐഷുമ്മ, എന്തേ? മോനെ റഷീദേ, ഒന്ന് വേഗം വാടാ, എന്നെ കോടതിയിലേക്ക് ഒന്ന് കൊണ്ടാക്കി തരുമോ? എൻ്റെ ഷാമോനും ആരും എന്നെ കൊണ്ടുപോയിട്ടില്ല. എനിക്ക് ബേജാറാകുന്നു മോനെ. എൻ്റെ കുട്ടിയുടെ വിധി എന്താകുമെന്ന് വിചാരിച്ചിട്ട് വയ്യ. എന്നെ ഒന്ന് അവിടെ എത്തിച്ചു തരുമോ? എൻ്റെ പൊന്നു മോനല്ലേ. ഉമ്മ, ഞാൻ കൊണ്ടാക്കി തരാം. പക്ഷേ ഷമ്മാസ് അറിഞ്ഞാൽ എന്തെങ്കിലും പറയുമോ? റഷീദ് മടിച്ചു. ഇല്ല മോനെ, അവനൊന്നും വിചാരിക്കില്ല. നീ ഒന്ന് വേഗം വാ, പൊന്നു മോനല്ലേ. ആയിഷുമ്മ അതാ റഷീദിനോട് കെഞ്ചി. അപ്പോഴേക്കും വിവരമറിഞ്ഞ് മിസ്രിയും അങ്ങോട്ടെത്തി. ആയിഷുമ്മയെ തനിച്ചാക്കാൻ വയ്യാത്തത് കൊണ്ട് മിസ്രി പറഞ്ഞു, ഉമ്മ എങ്ങോട്ട് പോവുകയാണ്? ഉമ്മ എന്തിനാ ഓട്ടോ വിളിച്ചത്? മോളെ, ഞാൻ കോടതി വരെ ഒന്ന് പോവാണ്. എന്നാൽ അതാ മിസ്രിയെ വേഗം പർദ്ദയെടുക്കാൻ പോയി. അവളും പർദ്ദയിട്ട് നേരെ അതാ ഓട്ടോയിൽ കയറി. മൂവരും കയറിയ ഓട്ടോറിക്ഷ വേഗത്തിൽ കോടതി ലക്ഷ്യമാക്കി കുതിക്കുകയാണ്. നുസൈബക്ക് ബേജാറായിരുന്നു. പഠിച്ചോനെ, എന്താ ഏതാ ഒന്നും അറിയുന്നില്ലല്ലോ. ഉമ്മ എങ്ങോട്ടെന്ന് കരുതിയ നുസൈബ് പറഞ്ഞിരുന്നു, ഉമ്മ നിങ്ങൾ പോകണ്ട, അവരിങ്ങ് എത്തിക്കോളും. മോളെ, എനിക്ക് സമാധാനമില്ല, ഞാൻ ഒന്ന് പോയി വരാം. ഈ സമയം കോടതിയിൽ വാദം കേൾക്കൽ പൂർത്തിയായിരുന്നു. എന്തും സംഭവിക്കാമെന്ന ഭീതിയോടെ നമ്മുടെ കുഞ്ഞും അങ്ങോട്ട് നേരത്തെ തന്നെ എത്തിയിരുന്നു. എല്ലാവരുടെയും മനസ്സിൽ ഒരേ ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിരപരാധിയായ നവാസ് രക്ഷപ്പെടണം, നീതി ജയിക്കണം എന്നുള്ളത്. ഒടുവിൽ ജഡ്ജിയുടെ വിധി വന്നു. കുഞ്ഞിക്കതിയുടെയും ഹസീനയുടെയും വഞ്ചനകൾ പൊളിച്ചെടുക്കുകയും നിരപരാധിയായ നവാസിനെ കോടതി വെറുതെ വിടുകയും ചെയ്തു എന്ന് മാത്രമല്ല, തെറ്റുകൾക്ക് 5 വർഷത്തെ കഠിന തടവും പിഴയും വിധിക്കുകയുമാണ് ചെയ്തത് എന്നൊന്നും ഐഷുമ്മ അറിയുന്നേയില്ല. വിധി കേട്ട നിമിഷം കോടതി മുറിയിലുണ്ടായിരുന്നവർ ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടു. കുഞ്ഞും ഷമ്മാസും മുഹ്സിൻ തങ്ങളും സത്താറും പരസ്പരം നോക്കി. അത്രയും നാൾ അനുഭവിച്ച നിരാശയും സങ്കടവും സന്തോഷ കണ്ണീരായി മാറി. അൽഹംദുലില്ലാ, റബ്ബിന്റെ അറ്റമില്ലാത്ത കരുണയോർത്ത് എല്ലാവരും പടച്ച തമ്പുരാനെ സ്തുതിച്ചു. നവാസ് സ്വതന്ത്രനായി കോടതി പടികളിൽ ഇറങ്ങി പുറത്തേക്ക് വരുമ്പോഴാണ് പ്രാർത്ഥനകളോടെ ആ കോടതി വളപ്പിലേക്ക് റഷീദിന്റെ ഓട്ടോറിക്ഷ വന്നു നിന്നത്. ഓട്ടോയിൽ നിന്നിറങ്ങിയ ഐഷുമ്മ വിറക്കുന്ന കാലുകളോടെ അതാ കോടതിയിലേക്ക് കടന്നു വരികയാണ്. പെട്ടെന്നാണ് അതാ നവാസിനെ ഉമ്മ കാണുന്നത്. നവാസിനെയും മറ്റുള്ളവരെയും നോക്കി ഭയത്തോടെ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കിയ നവാസിന്റെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി ഉണ്ടായിരുന്നു. ഉമ്മ എന്ന് പറഞ്ഞ് അതാ നവാസ് ഉമ്മയുടെ അരികിലേക്ക് പോകുന്നു. ഉമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നവാസ് ഉമ്മയെ കെട്ടിപ്പിടിച്ചു. മോനെ, എന്ത് പറ്റിയടാ മോനെ? ഉമ്മാൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയത്? ഉമ്മ, നമ്മൾ ജയിച്ചു ഉമ്മ, നമ്മൾ ജയിച്ചു. നിങ്ങളുടെ ഉമ്മാൻ്റെ പൊന്നു മോൻ നവാസ് നിരപരാധിയാണെന്ന് കോടതി പറഞ്ഞു.
എന്നാൽ ഷമ്മാസും ഓടി വന്ന് ആയിഷമ്മയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അത്രയും നേരം നെഞ്ചിൽ കെട്ടിനിന്ന ഭയം സന്തോഷത്തിന്റെ കണ്ണീരായി ആ ഉമ്മയുടെ കവിളിലൂടെ ഒഴുകിയിറങ്ങി. കാലങ്ങളായി അനുഭവിച്ച അനീതിയുടെ കാർമേഘങ്ങൾ മാറി പ്രകാശപൂർണമായൊരു പുതിയ പുലരിയിലേക്ക് അവരതാ ഒന്നിച്ച് പോവുകയാണ്. എന്തെന്നറിയില്ല, ആയിഷമ്മക്ക് സന്തോഷം സഹിക്കാൻ കഴിയുന്നില്ല. സന്തോഷം കൊണ്ട് അവർ കരയുകയായിരുന്നു. പടച്ച റബ്ബേ, അല്ലാ നീ എത്ര കാരുണ്യവാനാണ് റഹ്മാനെ. അപ്പോൾ തന്നെ നുസൈബാക്ക് വിളിച്ചു പറഞ്ഞു, മോളെ നുസിയെ, എടി നവാസ് കേസിൽ ജയിച്ചേക്കിട്ടാ, ഓൻ നിരപരാധിയാന്ന് തെളിഞ്ഞേക്കണ്, സമീറാനോടൊക്കെ പറഞ്ഞാളെ. എന്നാൽ മിസിരിയും പടച്ച റബ്ബിനെ സ്തുതിക്കുകയായിരുന്നു. പെട്ടെന്നാണ് അത് ആയിഷമ്മയുടെ കൂടെ ഹിജാബ് ധരിച്ച ഒരു മനോഹരമായ പെൺകുട്ടി. ഒരു നിമിഷം അത് കുഞ്ഞുവിൻ്റെ കണ്ണിൽപ്പെട്ടു. ഒരു നിമിഷം അവൻ കരുതി ഇത്. എന്നാൽ മിസിരിയുടെ ആ ഒരു കണ്ണുകൾ കണ്ടപ്പോൾ തന്നെ നമ്മുടെ നവാസിന് തോന്നി, അതെ അത് മിസിരിയാണ്. കോടതി വളപ്പിൽ ആയിഷമ്മയുടെ കണ്ണീരിൽ സന്തോഷത്തിന്റെ വെളിച്ചം പടരുമ്പോൾ മുഹ്സിൻ തങ്ങൾ ശാന്തമായ റിസ്വാന വക്കീലിന്റെ അരികിലേക്ക് നടന്നു ചെന്നു. വാത്സല്യത്തോടെ റിസ്വാനയുടെ തലയിൽ കൈവച്ച് തങ്ങൾ പറഞ്ഞു, മോളെ റിസ്വാന, എന്തൊക്കെ തന്നെയാലും ജസാക്കല്ലാഹു ഖൈറ. ഒരു നിരപരാധിയെ ചതിക്കുഴയിൽ നിന്ന് നീ കരകയറ്റാൻ നീ കാണിച്ച ഈ ധൈര്യത്തിന് അള്ളാഹു നിനക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ. തങ്ങളുടെ വാക്ക് കേട്ട് റിസ്വാന വക്കീലിന്റെ മനസ്സിൽ അഭിമാനം നിറഞ്ഞു. ആയിഷമ്മ തല ഉയർത്തി അഭിമാനത്തോടെ ഇറങ്ങി വരുന്ന റിസ്വാനയെ നിർവൃതിയോടെ നോക്കി നിന്നു. ഇത്രയും നാൾ കുടുംബത്തെ വഞ്ചിച്ചവർക്കെതിരെ പോരാടി ജയിച്ച ഒരു ധീര വനിതയെ പോലെ റിസ്വാന തിളങ്ങി നിന്നു. എന്നാൽ കോടതിക്കുള്ളിൽ വിചാരണ തീർന്നിരുന്നില്ല. നവാസിന്റെ കേസ് കഴിഞ്ഞ ഉടൻ തന്നെ കുഞ്ഞിക്കതിയുടെയും ഹസീനയുടെയും ഗൂഢാലോചനകൾക്ക് കൂട്ടുനിൽക്കുകയും പദവി ദുരുപയോഗം ചെയ്യുകയും ചെയ്ത അഴിമതിക്കാരനായ വിഷ്ണു സാറിനെതിരെയുള്ള കേസിന്റെ വിചാരണയും പൂർത്തിയായി. തങ്ങളുടെ കൊള്ളരുതായ്മകളെയൊക്കെ അതിനൊക്കെ തുണനിന്ന വിഷ്ണു സാറിനുള്ള കടുത്ത ശിക്ഷയും ജഡ്ജി ഉറക്കെ പ്രഖ്യാപിച്ചു. അതോടെ എല്ലാം കഴിഞ്ഞു എന്ന തിരിച്ചറിവിൽ കുഞ്ഞിക്കതിയും ഹസീനയും വിഷ്ണുവും തകർന്നുപോയി. പോലീസിന്റെ കസ്റ്റഡിയിൽ ഇരുമ്പഴിക്കുള്ളിലേക്ക് പോകാൻ വിധിക്കപ്പെട്ടു നിൽക്കുന്ന മൂവരുടെയും മുഖത്ത് ഭയവും നിരാശയും മാത്രം ബാക്കിയായി. തങ്ങൾ മനഞ്ഞെടുത്ത കള്ളക്കഥകളും ആർത്തിയും ഒടുവിൽ സ്വന്തം നാശത്തിലേക്കാണ് നയിച്ചതെന്ന് കുഞ്ഞിക്കതിയെ തിരിച്ചറിഞ്ഞു. കുറ്റവാളികൾ അകത്തേക്ക് പോകുമ്പോൾ നവാസ് സ്വതന്ത്രനായി തലയുയർത്തി പുറത്തേക്ക് നടന്നു. അസത്യത്തിന് മേൽ സത്യം നേടിയ ഈ മഹാവിജയം കണ്ടു നിന്നവർക്കെല്ലാം ഒരു പാഠമായിരുന്നു. അധർമ്മം എത്ര ശക്തമായാലും ഒടുവിൽ ധർമ്മത്തിന് മുന്നിൽ അത് തോറ്റമ്പുക തന്നെ ചെയ്യും. കോടതി മുറിക്ക് പുറത്തുള്ള തിരക്കുകൾക്കിടയിൽ കൈകൾ വിറച്ച് കണ്ണുകൾ നിറഞ്ഞ ആയിഷമ്മ റിസ്വാന വക്കീലിന്റെ അരികിൽ നിൽക്കുകയാണ്. യാതൊരു മടിയും കൂടാതെ അതാ ആയിഷമ്മ റിസ്വാനയെ നെഞ്ചോടടക്കി പിടിച്ചു. ഇത്രയും നാൾ നെഞ്ചിൽ കൊണ്ടു നടന്ന ഭയവും സങ്കടവും നന്ദിയായി ആ കവളിലൂടെ ഒഴുകിയിറങ്ങി. പൊന്നുമോളെ റിസ്വാന. ആയിഷമ്മയുടെ ശബ്ദം വിങ്ങിപ്പൊട്ടി. പടച്ചോനായിട്ടാണ് മോളെ ഇങ്ങോട്ട് ഇറക്കി തന്നത്. അള്ളാഹു നിന്നെ കാത്തു രക്ഷിക്കും. മോൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരും മോളെ. പ്രതിഫലമായിട്ട് മോൾ എന്ത് ചോദിച്ചാലും, എത്ര സംഖ്യ ചോദിച്ചാലും ഞാൻ തരും. എനിക്ക് എൻ്റെ മോനെ തിരിച്ചു കിട്ടിയല്ലോ. ആയിഷമ്മ റിസ്വാനയുടെ കൈകൾ സ്വന്തം നെഞ്ചോട് ചേർത്ത് പിടിച്ചു തുടർന്നു. എൻ്റെ കുട്ടിയുടെ നിരപരാധിത്വം തെളിയിക്കാൻ മോൾ ഇത്രയും കഷ്ടപ്പെട്ട് റിസ്ക് എടുത്തില്ലേ? ആ ബാംഗ്ലൂരിലൊക്കെ പോയി താമസിച്ച് ജീവൻ പോലും പണയം വെച്ച് എല്ലാം കണ്ടുപിടിച്ച് കോടതിയിൽ തെളിയിച്ചില്ലേ പൊന്നുമോളെ? മോൾ ചോദിക്കുന്ന എന്ത് പ്രതിഫലവും തരാൻ ഈ ഉമ്മ തയ്യാറാണ്. മോളുടെ ഉമ്മയുടെ സ്ഥാനത്ത് എന്നെ കണ്ടിട്ട് മോള് പറയണം. ആയിഷമ്മയുടെ വൈകാരികമായ വാക്കുകൾ കേട്ട് റിസ്വാന വക്കീലിന്റെ ചുണ്ടിൽ പ്രകാശപൂർണമായ ഒരു പുഞ്ചിരി വിടർന്നു. ഉമ്മയുടെ വിറക്കുന്ന കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ശാന്തമായി എന്നാൽ ഉറച്ച ശബ്ദത്തിൽ റിസ്വാന പറഞ്ഞു, എന്താ ഉമ്മ നിങ്ങളീ പറയുന്നത്? എനിക്കൊന്നും വേണ്ട. നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും മാത്രം മതി. ഒരിക്കൽ പോലും ഞാൻ ആരിൽ നിന്നും പ്രതിഫലം പ്രതീക്ഷിച്ചല്ല ഈ കേസ് ഏറ്റെടുത്തത്. നിരപരാധികൾ ശിക്ഷിക്കപ്പെടരുത്, അവർക്ക് നീതി കിട്ടണം എന്നത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. അതാണ് ഞാൻ ഇവിടെയും ചെയ്തത്. എനിക്ക് പണമോ മറ്റ് പ്രതിഫലങ്ങളോ ഒന്നും വേണ്ട ഉമ്മ. ഈ സന്തോഷവും നിങ്ങളുടെ മനസ്സ് നിറഞ്ഞ അനുഗ്രഹവും മാത്രം മതി. റിസ്വാനയുടെ പണത്തോടും പ്രശസ്തിയോടുമില്ലാത്ത ആ വലിയ മനസ്സ് കണ്ടപ്പോൾ ആയിഷമ്മയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ചുറ്റും നിന്നിരുന്ന ഷമ്മാസിന്റെയും സത്താറിന്റെയും കുഞ്ഞുവിന്റെയും കണ്ണുകളിലും അതെ നമ്മുടെ റിസ്വാന വക്കീലിന്റെ ഭർത്താവ് സഫീറിന്റെ മനസ്സിലും ആ നിമിഷം അതെ അവരുടെ എല്ലാം കണ്ണുകൾ നിറഞ്ഞു. കോടതി സമുച്ചയത്തിന് മുന്നിൽ വെച്ച് ആയിഷമ്മ വീണ്ടും റിസ്വാനയെ വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ചു. നെറുകയിൽ ഉമ്മ വെച്ചു. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ സത്യം ജയിച്ചതിൻ്റെയും പണത്തേക്കാൾ വലുത് സ്നേഹവും ധർമ്മവുമാണെന്ന്
തെളിഞ്ഞതിന്റെയോ നിർവൃതിയിൽ ആ ദിവസം മനോഹരമായി അതാ പുലരുകയാണ്. എന്നാൽ സൗദ ഇനി എങ്ങോട്ട്? സൗദ ഇനി പുത്തൻ വീട്ടിലേക്കാണോ അതോ സൗദ ഉപ്പയുടെ കൂടെയാണോ പോകുന്നത്? എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ കമൻ്റായി രേഖപ്പെടുത്തൂ, സൗദ എങ്ങോട്ടാണ് പോകുക? ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.